our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ മേക്കപ്പ് ലുക്ക് ആണ്. ഹലോ ഐ മേക്കപ്പ് ലുക്ക് ആണ്. ഹലോ ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഹലോ ഐ മേക്കപ്പ് ലുക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐ മേക്കപ്പ് ലുക്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐ മേക്കപ്പ് ലുക്കാണ് ഈ പറയുന്ന ഹലോ ഐ മേക്കപ്പ് ലുക്ക്. ഇതുപോലത്തെ ഐ മേക്കപ്പ് ലുക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeup എന്ന് പറഞ്ഞ ID ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹലോ ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ പ്രെപ്പ് ചെയ്യണമല്ലോ. അത് ഏതും ഐ മേക്കപ്പ് ലുക്ക് ആണെങ്കിലും നമ്മൾ ഐ പ്രെപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഐ പ്രെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഐ പ്രൈമർ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു എന്താ പറയുക കൺസീലർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കണ്ണിന് മേലെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഐ ഷാഡോയുടെ കളർ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഐ പ്രെപ്പ് ചെയ്യണത്, ലോങ് ലാസ്റ്റിംഗ് ആക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അത് നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലിക്വിഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രീം പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പൗഡർ പ്രോഡക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ജലദോഷമാണ്, ആ ജലദോഷം വെച്ചുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഐ പ്രെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഹലോ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പം ഹലോ എന്ന് പറയുന്നത് നടുക്കത്തെ പോർഷനിൽ ഒരു ലൈറ്റർ ഷെയ്ഡായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഗ്ലിറ്റർ ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നത്. ബാക്കി രണ്ടറ്റത്തും ഈ ഐലിഡിൻ്റെ രണ്ടറ്റത്തും ഡാർക്ക് ഷെയ്ഡ്സിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഹലോ ഐസൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ലുക്കിലാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും അതിലും വരുന്നത്. പക്ഷേ നോട്ട് ലൈറ്റർ ദാൻ എന്താ ഇന്നർ ലിഡ്, മനസ്സിലായത് വിചാരിക്കും. നമ്മൾ നേരത്തെ ഫോട്ടോ കണ്ടില്ലേ, സംഭവം അതാണ്. നടുക്ക് ലൈറ്റ് വരും, രണ്ട് സൈഡിൽ ഡാർക്ക് ഷെയ്ഡ് വരും. രണ്ട് സൈഡിലും വരുമ്പോഴത്തേക്കും മാറ്റാണ് വരുന്നത്. ഷിമ്മറോ അല്ലെങ്കിൽ ഗ്ലിറ്ററോ ഒന്നും ആയിരിക്കില്ല വരുന്നത്, നടുക്കായിരിക്കും ഗ്ലിറ്റർ അല്ലെങ്കിൽ ഷിമ്മർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ലുക്കിൽ കുറച്ചൊരു ഓറഞ്ചിഷ്, കുറച്ച് ഡാർക്ക് ടോൺഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള. അതേസമയം അത്ര എന്താ പറയുക ഡ്രമാറ്റിക് ലുക്കും അല്ല. നമുക്ക് എന്താ ഒരു ഫങ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ കല്യാണത്തിന് ഒരു ബ്രൈഡിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബ്രൗൺ ഷാഡോ വെച്ച് ക്രീസ് കൊടുത്തു. അതിനുശേഷം രണ്ട് സൈഡിൽ ഐലിഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. അല്ല മോർഫിയുടെ 35G എന്ന് പറയുന്ന പാലറ്റാണ്. ഓറഞ്ച് ഷെയ്ഡ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തു. അതിനുശേഷം അതിലൊരു ബ്ലാക്ക് കളർ എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഐലിഡിൻ്റെ രണ്ട് കോർണറിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇന്നർ പോർഷനിൽ നമ്മുടെ കൺസീലർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അത് കറക്റ്റ് നമ്മുടെ ക്രീസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കണ്ണൊന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മേലെ വന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ഗേഡ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ക്രീസിൽ വരയ്ക്കാനായിട്ട് പറ്റും. നടുക്ക് മാത്രമാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അതായത് നടുക്കത്തെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഷിമ്മർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷിമ്മർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എന്താ പറയുക രണ്ട് സൈഡിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നടുക്ക് ഒരു ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഷിമ്മർ ഷെയ്ഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ബ്രോൺസി ഗോൾഡൻ കളർ ഓഫ് ഒരു ഷിമ്മർ ഷെയ്ഡാണ്. അത് ആ സെയിം പാലറ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങളൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പാലറ്റാണ് മോർഫിയുടെ 35G എന്ന് പറയുന്ന പാലറ്റ്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ഉണ്ട്, ഷിമ്മർ ഷെയ്ഡ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലുക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 10-20 പാലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ 2 പാലറ്റൊക്കെ വാങ്ങിച്ചു വെച്ചാൽ മതി, അത് തന്നെ ധാരാളമാണ്. പക്ഷേ നല്ല ക്വാളിറ്റി പാലറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിങ് ഉണ്ടാവും. എന്താ പറയുക ഷെയ്ഡ് റേഞ്ചസും അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ. അതിനുശേഷം ഞാൻ പിഗ്മെൻറ്റ് പ്ലേ എന്ന് പറയുന്ന ഒരു പാലറ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ. അതിൽ ഗ്ലിറ്റർ ഷെയ്ഡ്സാണ്, ഫുൾ ഗ്ലിറ്ററാണ്. ലൈക്ക് നമ്മുടെ ശരിക്കും ഗ്ലിറ്ററില്ലേ, ഗ്ലിറ്റർ പാർട്ടിക്കിൾസ്, അതെടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. രാത്രിയൊക്കെ ആണെങ്കിൽ ലുക്ക് ചെയ്യണമെങ്കിലുണ്ടല്ലോ
ഭയങ്കര രസമാണ്. നൈറ്റ് ടൈമാണ് നമ്മൾ കൂടുതൽ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ വെച്ച് കളിക്കുന്നത്. രാവിലത്തെ മേക്കപ്പ് ലുക്കിൽ അങ്ങനെ അധികം ഗ്ലിറ്ററിലോട്ട് പോകാറില്ല. എല്ലാവരും മാറ്റ് ഫിനിഷിലോട്ട് പോയി കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ നല്ലത്. നൈറ്റ് ലുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഗ്ലിറ്റർ ഷെയ്ഡ്സിൽ ഉള്ള അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷിമ്മാസിലൊക്കെ നമുക്ക് മേക്കപ്പ് ലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിനുശേഷം ഇത് ഫേസ് കാനഡയുടെ കാജലാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഐലൈനേഴ്സ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാജൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് വരച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ തന്നെയുള്ള ആ ഒരു സ്മഡ്ജർ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട്. നിങ്ങൾക്ക് ഇതുവരെ ഓൾമോസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്കിത് അതായത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും നിങ്ങൾക്ക് ഈ ഒരു ഹാലോ ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ എടുക്കുന്ന ഷെയ്ഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാച്ചിങ് വരണമെന്നേ ഉള്ളൂ. അതിനുശേഷം ഫേക്ക് ലാഷസ് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേക്ക് ലാഷസ് വെച്ച് കൊടുക്കാം, ഐ ലാഷസ് കുറവാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് അണ്ടർ ഐയിൽ വേണമെങ്കിലും സെയിം രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, മേലെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്യണ സമയത്ത് ബെറ്റർ ആദ്യം ഐ മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ ഫേസ് മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക. എങ്കിലേ താഴേക്ക് ഗ്ലിറ്റർ വീഴുമ്പോഴത്തേക്കും തുടച്ച് കളയാനായിട്ട് പറ്റുള്ളൂ. ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച് കളയാൻ കുറച്ച് പാടായിരിക്കും. കാര്യം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാലോ ഐ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.